സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിലെ അശരണരായ, നിശബ്ദരായ, നിരാലംബരായ, പാവപ്പെട്ട നിരവധി പേരുടെ പ്രശ്നങ്ങൾ, ആവലാതികൾ, പരാതികൾ, പരിഭവങ്ങൾ ഈ ചാനൽ വഴി പുറം ലോകത്ത് അറിയിക്കാറുണ്ട്, സർക്കാരുകളെ അറിയിക്കാറുണ്ട്. പലതിനും പരിഹാരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ വിഷയങ്ങൾ എടുക്കുന്നത്. ആശാ വർക്കർമാർ, തൊഴിലുറപ്പുകാർ, അങ്കണവാടികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ തുടങ്ങി നിരവധി ആളുകളുടെ വിഷയങ്ങൾ എടുത്തു. ഇന്നത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ യാദൃശ്യമായി എൻ്റെ ശ്രദ്ധയിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ കാര്യം കൂടി പെടുകയുണ്ടായി. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. അങ്ങനെ ഇത് ജനങ്ങളുടെ ചാനലായി വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ സഹായവും നൽകുക. ഇന്നലെ പൂജപ്പുര വനിതാ ശിശുക്ഷേമ ഓഫീസിൻ്റെ മുന്നിൽ ഒരു സമരം നടക്കുകയുണ്ടായി. ആ സമരത്തിൻ്റെ ആധാരമായ കാര്യം കേരളത്തിലെ ക്രഷ് ജീവനക്കാർ, സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ്. രാപ്പകൽ സമരമാണ്. സമരം 12, 13 തീയതികളിലുമുണ്ട്. അതായത് ഇന്നും സമരം നടക്കുന്നു. രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഭരണാധികാരികളും വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 60% സഹായത്തോടു കൂടി 40% സർക്കാരും കേരള സർക്കാരും ഉപയോഗിച്ചുകൊണ്ട് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള, 6 വയസ്സ് വരെയാണ് ശരിക്ക്, പക്ഷേ അംഗൻവാടികൾ ഉള്ളത് കൊണ്ട് അത് 3 വയസ്സ് വരെയാക്കിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ കെയർ നൽകുന്ന 6 മാസം മുതലാണ്, ഒരു വർഷം 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെ, കുഞ്ഞ് ജനിച്ചാൽ അവർ 6 മാസം മുതൽ 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ കെയറും നൽകുന്ന, അവിടെ പിന്നെ പഠിപ്പിക്കലൊന്നുമില്ല, അത്യാവശ്യം കെയറൊക്കെ നൽകുന്ന ക്രഷ് യൂണിറ്റുകളാണ്. ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇത് വിവിധ തരത്തിലുണ്ട്. യാതൊരു ഏകോപനമില്ലാതെ ശിശുക്ഷേമ സമിതിക്ക് ക്രഷുണ്ട്, അത് പിന്നെ മറ്റൊരു തരത്തിലുള്ള കുട്ടികളാണെന്ന് പറയാം. അതേസമയം NGOകൾക്ക് ക്രഷുണ്ട്. അംഗനവാടികളുടെ ഭാഗമായിട്ട് ക്രഷ് കം അംഗനവാടി അംഗനവാടി കം ക്രഷുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. അത് തന്നെ ഏകീകരിക്കേണ്ട സമയം കഴിഞ്ഞു. രണ്ടാമത്, ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം വളരെ നാമമാത്രമായ ശമ്പളമാണ് കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 5000-6000 രൂപ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ഒരു വർക്കറും ഒരു ഹെൽപ്പറും ഉണ്ട് അംഗനവാടി പോലെ. പല സ്ഥലങ്ങളിലും അംഗനവാടികൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഇതിന് സ്ഥലമുണ്ടെങ്കിൽ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തമ്മിൽ യാതൊരു ഏകോപനമില്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം ചെയ്യുന്നത്. തീർച്ചയായിട്ടും 300-ലധികം ക്രഷുകളാണ് അങ്ങനെ ഇപ്പോൾ ഈ സമരരംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി 1975 നിയമത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ക്രഷുകൾ, ബാലവാടികൾ, അംഗനവാടികൾ ഇങ്ങനെ പലതും വന്നു. പക്ഷേ ഇതൊന്നും യാതൊരു ഏകോപിത രൂപമില്ലാതെ, യാതൊരു കൃത്യമായൊരു സംവിധാനമില്ലാതെയാണ് പോകുന്നത്. എന്തുകൊണ്ട് വനിതാ ശിശുക്ഷേമ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ഇതിനൊരു മിഷൻ ഉണ്ടാക്കിക്കൂടാ? എന്നിട്ട് 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, അല്ലെങ്കിൽ 5 വയസ്സ് വരെ, അതായത് 1ാം സ്റ്റാൻഡേർഡ് സ്കൂളിൽ ചേർക്കുന്ന കുട്ടികൾക്ക് വരെ മുഴുവൻ സംവിധാനവും 2 ഭാഗമായി തിരിച്ചുകൊണ്ട്, ഒന്നാമത്തെ ക്രഷ് വിഭാഗം, രണ്ടാമത് അങ്കണവാടി വിഭാഗം എന്ന നിലയിൽ തിരിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുവരുന്ന നിലയിൽ എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ആലോചിച്ചുകൂടാ? അതുകൊണ്ട് തന്നെ നല്ല സേവന വേതന വ്യവസ്ഥകൾ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? ഇവർക്ക് ആവശ്യമായ നല്ല പരിശീലനം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? മാത്രമല്ല, ഇതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം. ഇത് സ്ഥിരമായുള്ള സംവിധാനം എന്ന് പറഞ്ഞ് വേറെ ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത്. വർഷം തോറും യാതൊരു ഇൻക്രിമെൻറ്റുമില്ല, മറ്റ് ആനുകൂല്യമില്ല, ലീവ് സറണ്ടർ ഇല്ല, പിന്നെ ഗ്രാറ്റുവിറ്റി ഇല്ല, എക്സ്ഗ്രേഷ്യ ഇല്ല, പെൻഷൻ പറ്റിയാൽ എന്താ സംഭവിക്കുന്നറിയില്ല. ഒരു ഗതിയുമില്ലാത്ത കന്നുകാലികളുടെ വിഭാഗം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം ഇവർ മനുഷ്യരാണ്. അത് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നിട്ട് നാളെ വീഡിയോയിൽ ആരെങ്കിലും ഒന്ന് പറയും, ഇയാൾ സ്ത്രീകളെ കന്നുകാലി എന്ന് വിളിച്ചു വന്നു. അതുകൊണ്ട് അങ്ങനെ ആ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ മോശമായ രീതിയിലാണ് നമ്മുടെ സംവിധാനങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത്. അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഏത് സംവിധാനമായാലും തീർച്ചയായിട്ടും ക്രഷ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവർക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. പൊതുസമൂഹത്തിലെ നല്ല പൗരന്മാരായി കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ, നല്ല സൽസ്വഭാവമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ആരോഗ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അതുപോലെ തന്നെ രാജ്യത്തിനുതകുന്ന, സമൂഹത്തിനുതകുന്ന, കുടുംബത്തിനുതകുന്ന, നാടിനുതകുന്ന വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല പരിശീലനം നൽകേണ്ടതുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അത് വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലും ഭാരതത്തിലും കേരളത്തിലും ഈ ശ്രദ്ധ ആവശ്യമുണ്ട്. അടിയന്തരമായി സർക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. 2 കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പോഴത്തെ കൃഷി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനൊരു സമിതിയെ നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ചർച്ചകൾ ചെയ്ത് ഈ പ്രശ്നങ്ങൾ അവരുടെ താൽക്കാലിക സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായ ഒരു പാക്കേജ്, ഒരു
വലിയ പരിപാടി അവർക്ക് വേണ്ടി ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ അത് അംഗനവാടി മാത്രം അല്ല, ക്രഷ് മാത്രമാകണ്ട, അത് അംഗനവാടി വരെയുള്ള, അത് പ്രീ സ്കൂൾ എന്നുള്ള നിലയിൽ ബാലവാടി, അംഗനവാടി, ക്രഷ് എല്ലാം കൂടി സംയുക്തമായിട്ട് ആലോചിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു പാക്കേജിൻ്റെ ഭാഗമായി ചിന്തിച്ച് 1 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്കുള്ള പുതിയൊരു മിഷൻ വരട്ടെ. അതിനാവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ഉദ്യോഗ സംവിധാനവും ആഫീസും വരട്ടെ എന്നല്ല, ഒരു കൺസെപ്റ്റ് വരട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രേരകമായി ഈ സമരമൊക്കെ മാറട്ടെ. ആ സമരത്തിന്, ഇന്നലെ നടന്ന സമരത്തിന്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സുഭാഷിതം ഇത്തരം ജനതയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും.